റിസർവ് ബാങ്കിന് എന്തുകൊണ്ട് കൂടുതൽ പൈസ അച്ചടിച്ചുകൂടാ? ഇവിടെയുള്ള പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാനുള്ള പണം റിസർവ് ബാങ്കിന് അച്ചടിച്ച് നൽകിയാൽ പോരെ? അപ്പോൾ പിന്നെ ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങൾ ഇല്ലാതാകുമല്ലോ. ഇന്ത്യ എന്ന രാജ്യത്ത് ദാരിദ്ര്യം മാറുമല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ ഇവയെല്ലാം. ഒരുപക്ഷെ നമ്മളിൽ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുമുണ്ടാകും അല്ലേ? എന്തുകൊണ്ടാണ് ഇത് പ്രായോഗികമല്ലാത്തത് എന്നറിയുമോ? അതെ, ഞാൻ സംസാരിക്കുന്നത് ഒരു രാജ്യത്തിന് അതിന്റെ ചിലവുകൾ അടിസ്ഥാനമാക്കി എന്തുകൊണ്ട് നോട്ടുകൾ പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നതിനെ പറ്റി. റിസർവ് ബാങ്ക് എന്തുകൊണ്ടാണ് അത്തരത്തിൽ നോട്ടുകൾ പ്രിന്റ് ചെയ്യാത്തത്? അതിലെ പ്രായോഗിക തടസ്സങ്ങൾ എന്തെല്ലാമാണ്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. മിക്ക രാജ്യങ്ങൾക്കും അവരുടെ മണി സപ്ലൈ അഥവാ ധനലഭ്യത ഉറപ്പുവരുത്തുവാൻ ഒരു സെൻട്രൽ റിസർവ് ബാങ്ക് ഉണ്ടാകും. രാഷ്ട്രീയ ഇടപെടലുകൾ പരമാവധി കുറയ്ക്കുവാൻ ലോക രാജ്യങ്ങളിൽ എല്ലാം തന്നെ ഈ സെൻട്രൽ ബാങ്ക് പരമാധികാരവും സർക്കാരുകളിൽ നിന്ന് സ്വാതന്ത്ര്യവുമുള്ള സ്ഥാപനങ്ങളായിരിക്കും. ഒരു രാജ്യത്തെ കറൻസി അച്ചടിക്കുന്നതും പണം സമ്പദ്ഘടനയിൽ ലഭ്യമാക്കുന്നതും കറൻസിക്ക് മൂല്യം ഉറപ്പ് നൽകുന്നതും ഈ സെൻട്രൽ ബാങ്ക് ആണ്. അമേരിക്കയിൽ ഇതിനെ ഫെഡറൽ റിസർവ് എന്നും, ബ്രിട്ടനിൽ ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നും, ചൈനയിൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്നുമാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇതിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI എന്ന് വിളിക്കുന്നു. നികുതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ വഴി സാമ്പത്തിക വളർച്ചയും പുതിയ ഉദ്യോഗങ്ങളും സൃഷ്ടിക്കുക തുടങ്ങി ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ സ്വാധീനിക്കുവാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കുമെങ്കിലും സ്വന്തമായി ധനം നിർമ്മിക്കുവാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കുകയില്ല. ഒരു സമയം ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ എത്രമാത്രം ധനം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് ഈ സെൻട്രൽ ബാങ്കുകളാണ്. അപ്പോൾ റിസർവ് ബാങ്കിന് ആവശ്യമുള്ളിടത്തോളം ധനം നിർമ്മിച്ചാൽ പോരെ? തീർച്ചയായും അവർക്കത് സാധിക്കും. എന്നാൽ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് നമ്മെ എത്തിക്കും. ഒരു രാജ്യത്ത് ലഭ്യമായ ഉപഭോഗ വസ്തുക്കളുടെ എണ്ണം മാറാതെ നിൽക്കെ അനിയന്ത്രിതമായി പണം അച്ചടിച്ചിറക്കിയാൽ ഉപഭോഗ വസ്തുക്കളുടെ വില വർദ്ധിക്കുകയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു കടയിൽ 10 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. 1 രൂപയ്ക്കാണ് ഒരു ആപ്പിൾ ആ കടയിൽ വിൽക്കുന്നത്. 2 പേർ ആപ്പിൾ വാങ്ങുവാനായി ആ കടയിലേക്ക് വരുന്നു. ഒന്നാമത്തെ ആളുടെ കയ്യിൽ 5 രൂപയും രണ്ടാമത്തെ ആളുടെ കയ്യിൽ 2 രൂപയുമുണ്ട്. കടയിലേക്ക് എത്തിയവർ തങ്ങളുടെ കയ്യിലുള്ള പണം അനുസരിച്ച് ആപ്പിൾ വാങ്ങുവാൻ തീരുമാനിക്കുന്നു. ഒന്നാമത്തെ ആൾ 5 ആപ്പിളും രണ്ടാമത്തെ ആൾ 2 ആപ്പിളും വാങ്ങുന്നു. ഇനി 2 പേർക്കും 5 രൂപ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ആളുടെ കയ്യിൽ 10 രൂപയും രണ്ടാമത്തെ ആളുടെ കയ്യിൽ 7 രൂപയുമുണ്ട്. കടയിലേക്ക് എത്തിയവർ തങ്ങളുടെ കയ്യിലുള്ള പണം അനുസരിച്ച് ആപ്പിൾ വാങ്ങുന്നു. ഒന്നാമത്തെ ആൾക്ക് 10 ആപ്പിളും എടുക്കണം, രണ്ടാമത്തെ ആൾക്ക് 7 ആപ്പിളും. സ്വാഭാവികമായും 10 ആപ്പിൾ മാത്രം തന്റെ കടയിലുള്ള ആ കടയുടമ ഒരു ആപ്പിളിന്റെ വില 2 രൂപയായി ഉയർത്തുന്നു. അങ്ങനെ ഒന്നാമത്തെ ആൾ 5 ആപ്പിളും രണ്ടാമത്തെ ആൾ 3 ആപ്പിളും മാത്രം വാങ്ങിക്കുന്നു. തങ്ങളുടെ കയ്യിലുള്ള പണം വർദ്ധിച്ചപ്പോൾ നേരത്തെ വാങ്ങിയതിലും ഇരട്ടി വിലയിൽ അവർ ആപ്പിൾ വാങ്ങേണ്ടി വരുന്നു. ലഭ്യതയേക്കാൾ ആപ്പിളിന്റെ ആവശ്യകത വർദ്ധിച്ചപ്പോൾ വിലയും കൂടി. ഇനി നിങ്ങളൊരു കാർ മാനുഫാക്ചറർ ആണെന്ന് കരുതുക. ഒരു വർഷം 10 കാറാണ് നിങ്ങൾക്ക് ലാഭകരമായി നിർമ്മിക്കുവാൻ സാധിക്കുന്നത്. ഒരു കാറിന്റെ വില 1 ലക്ഷം രൂപയാണ്. പെട്ടെന്നൊരു ദിവസം റിസർവ് ബാങ്ക് രാജ്യത്തെ എല്ലാവരുടെയും അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഇട്ടു എന്ന് കരുതുക. സ്വാഭാവികമായും നിങ്ങളുടെ കാർ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ കൂടിയ ഡിമാൻഡ് മീറ്റ് ചെയ്യുവാൻ കാറിന്റെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതാണോ കാറിന്റെ വില ഉയർത്തുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം? 10 കാറിന് പകരം കൂടുതൽ കാർ ഉണ്ടാക്കുവാൻ പണം മുടക്കി അത് വിറ്റ് ലാഭമുണ്ടാക്കുന്നതിലും എളുപ്പം കാറിന്റെ വില ഉയർത്തുന്നതല്ലേ? അതെ, അങ്ങനെ ഒരു സമ്പദ്ഘടനയിൽ പ്രൊഡക്ടിവിറ്റി കൂടാതെ ക്യാഷ് ഫ്ലോ കൂടുമ്പോഴാണ് നാണ്യപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. 2% താഴെയുള്ള ഇൻഫ്ലേഷൻ ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ആരോഗ്യകരമായ വളർച്ചയുടെ സൂചനയാണ്. അതിൽ കൂടുതലുള്ള ഇൻഫ്ലേഷൻ കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ലക്ഷണവും. ഇതിന് ഒരു ഉദാഹരണം ഈ അടുത്ത കാലത്ത് സിംബാബ്വേയിൽ സംഭവിച്ചു. റോബർട്ട് മുഗാബെ എന്ന ആളുടെ ഭരണകാലത്ത് സിംബാബ്വേയിലെ വെള്ളക്കാരുടെ കൈവശമുള്ള കൃഷിയിടങ്ങൾ നേറ്റീവ് സിംബാബ്വേക്കാർക്ക് പതിച്ചു നൽകി. എന്നാൽ കൃഷിയെക്കുറിച്ചോ
ആധുനിക കൃഷി രീതികളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത ആളുകളുടെ കയ്യിൽ കൃഷിഭൂമി എത്തിയപ്പോൾ വ്യാപകമായ കൃഷിനാശം സംഭവിക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിക്കുകയും ചെയ്തു. ഇത് മറികടക്കുവാൻ സിംബാബ്വെ സെൻട്രൽ ബാങ്ക് 2007 വലിയ തുകയുടെ നോട്ടുകൾ വൻതോതിൽ അച്ചടിച്ചിറക്കുകയും ചെയ്തു. അവിടെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന പ്രതിഭാസമാണ് ഉണ്ടായത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കൂട്ടുന്നതിന് പകരം പണത്തിന്റെ ലഭ്യത കൂട്ടിയപ്പോൾ ഭക്ഷ്യവില നിയന്ത്രണാതീതമായി വർദ്ധിക്കുകയാണ് ചെയ്തത്. സിംബാബ്വേയിൽ ഒരു പാക്കറ്റ് ബ്രെഡിന്റെ വില 3000 കോടി സിംബാബ്വെ ഡോളർ വില വന്ന സമയമുണ്ടായിരുന്നു. പിന്നീട് $, സിംബാബ്വേയുടെ ഔദ്യോഗിക കറൻസിയാക്കി മാറ്റിക്കൊണ്ടാണ് ഈ പ്രതിസന്ധി അവർ കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കിയത്. ഒരു രാജ്യം അച്ചടിക്കുന്ന പണത്തിന് അതിൽ തന്നെ ഇൻട്രിൻസിക് ആയ ഒരു മൂല്യമില്ല. നിയമം വഴി സ്ഥാപിതമായ ഒരു ഗവൺമെന്റ് ഒരു കറൻസി നോട്ടിനെ ലീഗൽ ടെൻഡറായി അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കറൻസിക്ക് മൂല്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറൻസിയുടെ മൂല്യം ആപേക്ഷികമാണ്. അരിയോ ഇരുമ്പോ പോലെ അതിൽ തന്നെ മൂല്യമില്ലാത്തത് കൊണ്ട് കറൻസിയുടെ എണ്ണം മാത്രം ഒരു രാജ്യത്ത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. വ്യവസ്ഥാപിതമായ കറൻസികൾ ഉണ്ടായി തുടങ്ങിയ കാലത്ത് ഒരു കറൻസി അച്ചടിക്കുമ്പോൾ അതിന് തത്തുല്യമായ സ്വർണം സൂക്ഷിക്കുന്ന രീതിയായിരുന്നു സെൻട്രൽ ബാങ്കുകൾ സ്വീകരിച്ചിരുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ നാണയത്തിന്റെ മൂല്യം സ്വർണത്തിന്റെ ഇത്ര തൂക്കത്തിന് തുല്യമായിരിക്കും. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നാണ് ഈ പ്രക്രിയയെ വിളിച്ചിരുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം $ൽ തുടങ്ങി ഒട്ടുമിക്ക പ്രമുഖ രാജ്യങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിച്ചു. സെൻട്രൽ ബാങ്കുകൾ ആവശ്യാനുസരണം സ്വർണ്ണശേഖരം ഇല്ലാതെ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എത്ര കറൻസി വേണമെങ്കിലും അച്ചടിക്കാം. ഫിയറ്റ് മണി എന്നാണ് ഇങ്ങനെയുള്ള കറൻസികളെ വിളിക്കുന്നത്. ഫിയറ്റ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. അതായത് ഒരു സെൻട്രൽ ബാങ്ക് ഒരു കറൻസി നോട്ട് അച്ചടിച്ച് അതിന് മൂല്യമുള്ളതായി പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ കറൻസി നോട്ടിന് മൂല്യം സൃഷ്ടിക്കപ്പെടുന്നത്. ഫിയറ്റ് മണി സമ്പ്രദായം തുടങ്ങിയ നാൾ മുതൽ ആവശ്യമെന്ന് തോന്നുന്ന ധനം യഥേഷ്ടം ലഭ്യമാക്കുവാൻ സെൻട്രൽ ബാങ്കുകൾക്ക് സാധിച്ചു തുടങ്ങി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പ്രായോഗിക തലത്തിൽ ഫിയറ്റ് മണി തന്നെയാണ് അച്ചടിക്കുന്നത്. 1956 പ്രാബല്യത്തിൽ വന്ന മിനിമം റിസർവ് സിസ്റ്റം അഥവാ MRS അനുസരിച്ച് 200 കോടി രൂപ വിലമതിക്കുന്ന സ്വർണശേഖരം എപ്പോഴും RBI സൂക്ഷിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇത് തികച്ചും ഒരു ടോക്കൺ ശേഖരമാണ്. ആവശ്യാനുസരണം നോട്ടുകൾ അച്ചടിക്കുവാൻ RBIക്ക് സാധിക്കും. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം കറൻസിയുടെ മൂല്യം ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് എത്രമാത്രം കറൻസി ലഭ്യമാക്കണമെന്നുള്ളത് സങ്കീർണവും സുപ്രധാനവുമായ തീരുമാനമാണ്. പണം എന്നത് മനുഷ്യ നാഗരികതയും സംസ്കാരത്തെയും നിയന്ത്രിക്കുന്ന വസ്തുക്കളിലൊന്നാണ്. പണത്തിനെയും സമ്പത്തിനെയും പറ്റി അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത് മനുഷ്യ സംസ്കാരത്തെക്കുറിച്ച് തന്നെയുള്ള പഠനമാണ്. നമ്മുടെ ലോകവീക്ഷണത്തെയും രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുവാൻ കെൽപ്പുള്ളവ. അങ്ങനെയുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഇനിയും തുടരട്ടെ. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.